കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഉന്നത ശ്രേണികളിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച നേതാവാണ് രമേശ് ചെന്നിത്തല. അധികാരത്തിന്റെ ഇടനാഴികളിലും പ്രതിപക്ഷത്തിന്റെ പോരാട്ട വീഥിയിലും ഒരുപോലെ തിളങ്ങിയ അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കേരളത്തിൽ ശക്തമായ വേരോട്ടം നൽകുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഹരിപ്പാടിന്റെ മണ്ണിൽ നിന്ന് തുടങ്ങി ഡൽഹിയിലെ രാഷ്ട്രീയ ചാണക്യന്മാർക്കിടയിൽ വരെ തന്റെ സാന്നിധ്യം അറിയിച്ച ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതം ഒരു പാഠപുസ്തകമാണ്. അസാമാന്യമായ സംഘടനാ പാടവവും ഭരണ നൈപുണ്യവും ഒത്തുചേർന്ന ഈ നേതാവ് എങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ സ്വാധീനിച്ചത് എന്ന് പരിശോധിക്കുന്നത് ഏറെ കൗതുകകരമാണ്. 1956 മെയ് 25-ന് ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ വി രാമകൃഷ്ണൻ നായരുടെയും ദേവകി അമ്മയുടെയും മകനായി ജനിച്ച രമേശ് ചെന്നിത്തല വിദ്യാലയ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചു തുടങ്ങി. 1970-ൽ ചെന്നിത്തല ഹൈസ്കൂളിലെ KSU യൂണിറ്റ് സെക്രട്ടറിയായാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ സപര്യ ആരംഭിച്ചത്. കേരളത്തിലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കരുത്തരായ നേതാക്കൾ അണിനിരന്ന KSU എന്ന വിദ്യാർത്ഥി സംഘടനയിൽ തന്റെ സ്ഥാനമുറപ്പിക്കാൻ അദ്ദേഹത്തിന് അധികകാലം വേണ്ടി വന്നില്ല. മാവേലിക്കര താലൂക്ക് ജനറൽ സെക്രട്ടറി, ആലപ്പുഴ ജില്ലാ ട്രഷറർ, ജില്ലാ സെക്രട്ടറി എന്നിങ്ങനെ പടിപടിയായി വളർന്ന അദ്ദേഹം 1980-ൽ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ക്യാമ്പസുകളിൽ നിന്ന് ക്യാമ്പസുകളിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രയാണം വിദ്യാർത്ഥികൾക്കിടയിൽ വലിയൊരു ആവേശമായി മാറുകയായിരുന്നു. 1982-ൽ NSUI അഖിലേന്ത്യാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ചെന്നിത്തലയുടെ രാഷ്ട്രീയത്തിന്റെ തട്ടകം ദേശീയ തലത്തിലേക്ക് വ്യാപിച്ചു. ഈ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധിയുമായുണ്ടായ സൗഹൃദം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുകയായിരുന്നു. ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കേരളത്തിന്റെ ശബ്ദമായി മാറാൻ അദ്ദേഹത്തിന് ഈ പദവിയിലൂടെ സാധിച്ചു. വെറുമൊരു വിദ്യാർത്ഥി നേതാവ് എന്നതിനേക്കാൾ മികച്ചൊരു പ്രഭാഷകനായും സംഘാടകനായും അദ്ദേഹം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. 1982-ൽ ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും 24 വയസ്സ് മാത്രം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. K. കരുണാകരന്റെ തണലിൽ വളർന്ന ചെന്നിത്തല 1986-ൽ കേരള മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ചരിത്രം കുറിച്ചു. 28-ാം വയസ്സിൽ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായ അദ്ദേഹം യുവത്വത്തിന്റെ പ്രസരിപ്പോടെ ഭരണചക്രത്തിൽ തന്റെ സാന്നിധ്യം അറിയിച്ചു. യുവാക്കൾക്ക് രാഷ്ട്രീയത്തിൽ നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും വാദിച്ചിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ അപ്പൂപ്പൻ വേഷങ്ങൾക്കിടയിൽ ഒരു പുതിയ ഊർജ്ജമായി മാറാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചു. പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം കോട്ടയം, മാവേലിക്കര മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് 4 തവണ പാർലമെന്റിലെത്തി. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള അദ്ദേഹത്തിന്റെ പാർലമെന്റ് പ്രസംഗങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ഒരു മലയാളി നേതാവ് ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെ സ്വീകാര്യനാകണം എന്നതിന് മികച്ച ഉദാഹരണമായിരുന്നു അദ്ദേഹം. AICC സെക്രട്ടറിയായും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ച അദ്ദേഹം സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും വിശ്വസ്തനായി മാറി. നിരവധി സംസ്ഥാനങ്ങളുടെ പാർട്ടി ചുമതലകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ സംഘടനാ പാടവത്തിനുള്ള അംഗീകാരമായിരുന്നു. 2005-ൽ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തിയ ചെന്നിത്തല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ചുമതലയേറ്റു. ഏതാണ്ട് 9 വർഷത്തോളം ഈ പദവിയിലിരുന്ന് അദ്ദേഹം പാർട്ടിയെ നയിച്ചു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനതീതമായി പാർട്ടിയെ ഐക്യത്തോടെ കൊണ്ടുപോകാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ശ്രദ്ധേയമാണ്. 2011-ൽ UDF അധികാരത്തിലെത്തിയപ്പോൾ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം സർക്കാരിന് കരുത്തായി നിലകൊണ്ടു. പിന്നീട് 2014-ൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റു. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഓപ്പറേഷൻ കുബേര പോലെയുള്ള പദ്ധതികളിലൂടെ ബ്ലേഡ് മാഫിയകൾക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടം ജനശ്രദ്ധയാകർഷിച്ചു. പാവപ്പെട്ടവരെ പലിശക്കാരുടെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ ഈ പദ്ധതി വലിയ പങ്കുവഹിച്ചു. ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം തടയാൻ ആവിഷ്കരിച്ച ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് പദ്ധതിയും വലിയ വിജയമായിരുന്നു. പോലീസിനെ ജനകീയമാക്കാനും സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ആഭ്യന്തര വകുപ്പിന് പുതിയൊരു മുഖം നൽകി. ഭരണാധികാരി എന്ന നിലയിൽ കർശനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മാനുഷികമായ പരിഗണനകൾ അദ്ദേഹം കൈവിട്ടിട്ടില്ല. 2016-ൽ UDF അധികാരത്തിന് പുറത്തായപ്പോൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല തെരഞ്ഞെടുക്കപ്പെട്ടു. കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് പുതിയ മാനങ്ങൾ നൽകിയ കാലഘട്ടമായിരുന്നു അത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഓരോ ചലനങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സർക്കാരിൻ്റെ വീഴ്ചകൾ ജനമധ്യത്തിൽ തുറന്നു കാട്ടുകയും ചെയ്തു. സ്പ്രിംഗ്ലർ വിവാദം, ആഴക്കടൽ മത്സ്യബന്ധന കരാർ, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. രേഖകൾ സഹിതം ഓരോ അഴിമതിയും പുറത്തു കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ രീതി അന്വേഷണാത്മക പ്രതിപക്ഷ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. സഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ UDF പ്രവർത്തകർക്ക് പുതിയൊരു ഉന്മേഷം നൽകി.
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF നേടിയ 19 സീറ്റുകളിലെ തിളക്കമാർന്ന വിജയത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം വലിയൊരു ഘടകമായിരുന്നു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അദ്ദേഹത്തിന് വ്യക്തിപരമായി വലിയൊരു ആഘാതമായി മാറി. എന്നിരുന്നാലും തോൽവിയിൽ തളരാതെ തന്റെ പോരാട്ടം തുടരാനുള്ള നിശ്ചയദാർഢ്യം അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇനി പലരും അവകാശപ്പെടുന്നത് പോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയമല്ല, മറിച്ച് കോൺഗ്രസിനും UDFനും കേരളത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് 2004-2005 കാലഘട്ടമായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടവും അതുതന്നെയായിരുന്നു. അന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം അമ്പെ തകർന്നു നിൽക്കുകയായിരുന്നു. സാക്ഷാൽ കെ കരുണാകരൻ പാർട്ടി പിളർത്തി ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് അതായത് DIC രൂപീകരിച്ച് പുറത്തുപോയത് കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിരുന്നു. പാർട്ടിയുടെ അടിത്തറ ഇളക്കിയ ആ കാലഘട്ടത്തിലാണ് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം രമേശ് ചെന്നിത്തലയെ KPCC അധ്യക്ഷനായി കേരളത്തിലേക്ക് അയക്കുന്നത്. തകർന്നടിഞ്ഞ ഒരു സംഘടനയെ പുനർനിർമ്മിക്കുക എന്ന അതികഠിനമായ ദൗത്യമായിരുന്നു അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ ആരെയും അമ്പരപ്പിക്കുന്ന വിധത്തിൽ പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. കരുണാകരന്റെ പടിയിറക്കത്തോടെ ശൂന്യമായ നിരകളിലേക്ക് പുതിയ ഊർജം പകരാനും ചിതറിപ്പോയ പ്രവർത്തകരെ തിരികെ കൊണ്ടുവരാനും അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിച്ചു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തോളോട് തോൾ ചേർന്ന് നടത്തിയ ആ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ശക്തിമത്തായ കോൺഗ്രസ് സംഘടനയുടെ അസ്ഥിവാരം. ഗ്രൂപ്പ് വൈരങ്ങൾക്കപ്പുറം പാർട്ടിയുടെ അതിജീവനം ലക്ഷ്യമിട്ട് അദ്ദേഹം നടത്തിയ ആസൂത്രിതമായ നീക്കങ്ങൾ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിന്റെ പടിവാതിക്കൽ എത്തിച്ചു. ഇന്ന് പാർട്ടിയുടെ നേതൃനിരയിൽ ഇരിക്കുന്ന പലരും അന്ന് ചെന്നിത്തല കെട്ടിപ്പടുത്ത ആ കരുത്തുറ്റ സംഘടനയുടെ തണലിൽ വളർന്നു വന്നവരാണ്. തെരഞ്ഞെടുപ്പുകളിൽ ജയവും തോൽവിയും സ്വാഭാവികമാണെങ്കിലും രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയക്കാരൻ എന്നും ജനങ്ങൾക്കിടയിൽ സജീവമായി നിന്നു. ഹരിപ്പാട് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം വെറുമൊരു MLA മാത്രമല്ല, അവരുടെ വീട്ടിലെ ഒരംഗമാണ്. 2026 തെരഞ്ഞെടുപ്പിലും ഹരിപ്പാട് മണ്ഡലം അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിപ്പിച്ചത്. ഇത് അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ അചഞ്ചലമായ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടയാളമാണ്. ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനും കഴിയുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ നിരവധി വിവാദങ്ങൾ ചെന്നിത്തലയെ വേട്ടയാടിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും എതിരാളികളുടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. എന്നാൽ അവയൊന്നും ചെന്നിത്തലയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല. കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകളെയും രാഷ്ട്രീയ വൈരങ്ങളെയും അദ്ദേഹം പുഞ്ചിരിയോടെയും എന്നാൽ ഗൗരവത്തോടെയും നേരിട്ടു. തൻ്റെ കുടുംബം നൽകുന്ന പിന്തുണയാണ് തൻ്റെ കരുത്തെന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ലക്ഷ്യബോധമുള്ള ഒരു നേതാവിനെയാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുകയും അതേസമയം പ്രായോഗിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റേത്. കേരളത്തിലെ മതേതര സ്വഭാവം സംരക്ഷിക്കാനും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനും അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ലഭിക്കേണ്ട പല പദവികളും അർഹിച്ച സമയത്ത് ലഭിക്കാതെ പോയിട്ടുണ്ടാകാം. എങ്കിലും ലഭിച്ച ഓരോ അവസരവും അദ്ദേഹം ജനക്ഷേമത്തിനായി ഉപയോഗപ്പെടുത്തി. കേരള രാഷ്ട്രീയത്തിൽ ഇനിയുമേറെ പങ്ക് വഹിക്കാനുണ്ട് എന്ന് ഓരോ രാഷ്ട്രീയ നീക്കത്തിലൂടെയും അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അധികാരം കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കായി തെരുവിലിറങ്ങുന്ന ഒരു നേതാവ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മേൽവിലാസം. വരും കാലങ്ങളിൽ കേരളം നേരിടാൻ പോകുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളിൽ രമേശ് ചെന്നിത്തല എന്ന പരിചയസമ്പന്നനായ നേതാവിൻ്റെ സാന്നിധ്യം UDFനും കോൺഗ്രസിനും അനിവാര്യമാണ്. പോരാട്ടങ്ങൾ തുടരുന്ന ഒരു ജീവിതം, അതാണ് രമേശ് ചെന്നിത്തല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.